ഹലോ എവരിവൺ, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മളിന്നൊരു ട്രാവൽ വ്ളോഗുമായിട്ടാണ് വന്നിരിക്കുന്നത്. നമ്മളിന്ന് മാൽദീവ്സിലോട്ട് പോവാണ്. അപ്പോൾ നമ്മളൊരു ചെറിയ വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇന്ന് നമ്മളിപ്പോൾ എയർപോർട്ടിലാണ്. സമയമാവുന്നേ ഉള്ളൂ, 10 മണിക്കാണ് ഫ്ലൈറ്റ്. അപ്പോൾ നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. പെട്ടെന്നൊരു വീഡിയോ എടുക്കാൻ തോന്നി. ഞങ്ങൾ വളരെ നേരത്തെ എത്തിയത്. അപ്പോൾ കുറേ നേരം പോസ്റ്റ് ആയിരുന്നു, 2 മണിക്കൂറോളം നമ്മൾ പോസ്റ്റ് ആയിരുന്നു. അങ്ങനെ പിന്നെ നമ്മുടെ ടൈമായി. അപ്പോൾ നമ്മൾ ഫ്ലൈറ്റിലോട്ട് കയറാൻ വേണ്ടിയിട്ട് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ ഞങ്ങൾ കയറി. നമ്മുടെ ഫ്ലൈറ്റ് ഇൻഡിഗോ ആയിരുന്നു കേട്ടോ. അപ്പോൾ യാത്രയൊന്നും വലിയ പ്രശ്നമൊന്നും ഉണ്ടായില്ല. അങ്ങനെ നമ്മളിതാ മാൽദീവ്സിൻ്റെ വ്യൂ ആണ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മൾ നല്ല ഭംഗിയുള്ളൊരു കാഴ്ചയായിരുന്നു. കാരണം ഇങ്ങനെ വെള്ളത്താൽ ചുറ്റപ്പെട്ട് കിടക്കുന്നതുകൊണ്ട് കാണാൻ നല്ല ഭംഗിയായിരുന്നു. അങ്ങനെ നമ്മൾ ഫ്ലൈറ്റ് ഇറങ്ങി, നമ്മുടെ ഇമിഗ്രേഷനും കാര്യങ്ങളും ബാഗും ഒക്കെ പെട്ടെന്ന് തന്നെ കിട്ടി. പുറത്തിറങ്ങി നോക്കുമ്പോൾ നമ്മുടെ ഗൈഡിനെ കാണാനില്ല. അപ്പോൾ ഭരത്ത് ആളെ തിരഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ ആളെ കിട്ടി നമുക്ക്. ഇനി ഞങ്ങൾ പോവുകയാണ്, നമ്മുടെ ഐലാൻഡിലോട്ട് പോവുകയാണ് എയർപോർട്ടിൽ നിന്ന്. അപ്പോൾ അവർ നമ്മുടെ ബോട്ട് വരുന്ന സ്ഥലത്തോട്ടാക്കി തന്നു, ഗൈഡ് നമ്മളാക്കി തന്നു. അങ്ങനെ നമ്മുടെ ബോട്ട് വന്നു, നമ്മൾ കയറി, ബാഗും കാര്യങ്ങളൊക്കെ എടുത്ത് വെച്ച് കയറി. ബോട്ടിലൊരു മലയാളി കപ്പിൾ കൂടെ ഉണ്ടായിരുന്നു. പക്ഷെ നമുക്ക് അവരായിട്ട് സംസാരിക്കാനൊന്നും പറ്റിയില്ല. ആ ഒരു ദിവസം മാത്രമേ നമ്മൾ കണ്ടുള്ളൂ. പിന്നെയൊക്കെ മലയാളികളല്ലാത്ത ആളുകളായിരുന്നു. അങ്ങനെ എന്തായാലും മാൽദീവ്സിലെ ഫസ്റ്റ് സ്പീഡ് ബോട്ട് യാത്ര ഉഷാറായിരുന്നു. അങ്ങനെ നമ്മൾ അവിടെ എത്തി, ബാഗും കാര്യങ്ങളൊക്കെ ഇറക്കി. അപ്പോഴേക്കും നമ്മുടെ ഹോട്ടലിലുള്ള ഒരാൾ നമ്മളെ പിക്ക് ചെയ്യാനായിട്ട് ഒരു ഓപ്പൺ ആയിട്ടുള്ള വണ്ടിയൊക്കെ ആയിട്ട് വന്നിരുന്നു. ആൾ നമുക്കൊരു അംബ്രലയും തന്നു, വെയിലായതുകൊണ്ട്. അങ്ങനെ നമ്മൾ ഹോട്ടലിലോട്ട് പോയി. അക്യൂസ് എന്ന് പറയുന്ന ഹോട്ടലിലാണ് നമ്മൾ താമസിച്ചിരുന്നത്. അപ്പോൾ അവർ നമ്മളെത്തിയപ്പോൾ തന്നെ നമുക്ക് എന്ത് ഫുഡാണ് വേണ്ടതെന്നൊക്കെ ചോദിച്ചാൽ ഓർഡർ എടുത്തു. നമ്മൾ ഫ്രൈഡ് റൈസും അതുപോലെ തന്നെ സൂപ്പും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതൊക്കെ റെഡിയാക്കി നമ്മൾ ഉച്ചയ്ക്ക് ഭക്ഷണം കഴിച്ചു. അങ്ങനെ നമ്മളൊരു വൈകുന്നേരം ആയപ്പോഴേക്കും നമ്മൾ പുറത്തോട്ട് ഇറങ്ങാൻ റെഡിയായി ഇറങ്ങിയിരിക്കുകയാണ്. അങ്ങനെ നമ്മൾ പുറത്തോട്ട് ഇറങ്ങിയിട്ട് ആദ്യത്തെ കാഴ്ച തന്നെ മെക്കാവ് ഒരു 4-5 എണ്ണം ഉണ്ട്. അപ്പോൾ അതിനെ ഇങ്ങനെ ചങ്ങലക്കിട്ട് നിർത്തിയിരിക്കുകയാണ്. വേറെ ഹോട്ടലുകാർ ആൾക്കാരെ ആകർഷിക്കാനും ഫോട്ടോ എടുക്കാനൊക്കെ ആയിട്ട്. അങ്ങനെ നമ്മൾ ബീച്ചിലോട്ട് നടന്നു. ഈവനിങ് ടൈം ആയതുകൊണ്ട് തന്നെ വെയിലും കാര്യങ്ങളൊന്നും ഇല്ല. അപ്പോൾ നമുക്ക് അടിപൊളിയായിട്ട് തന്നെ എല്ലാ സ്ഥലങ്ങളും പോയി കാണാൻ പറ്റി. ബീച്ചിൻ്റെ ഓരോ മുക്കും മൂലയും നമുക്ക് പോകാൻ പറ്റി. ഇവിടെ രാത്രി സമയങ്ങളിലൊക്കെ നല്ല ഭംഗിയാണ് കാണാൻ. കാരണം ഓരോ ഹോട്ടലിൻ്റെ ഫ്രണ്ടിലും അവർ ട്രീസും കാര്യങ്ങളൊക്കെ പല ലൈറ്റ്സ് വെച്ച് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ബീച്ച് സൈഡും കൂടി ആയതുകൊണ്ട് നല്ലൊരു കളർഫുള്ളാണ്. അപ്പോൾ നമുക്ക് നല്ലൊരു വൈബാണ്. അങ്ങനെ ഞങ്ങൾ റൂമിൽ വന്ന് ഫ്രഷായി. അങ്ങനെ ഫ്ലോട്ടിംഗ് ബാറിലോട്ട് പോകാൻ തീരുമാനിച്ചു. അങ്ങനെ ബാറിലോട്ട് പോകണമെങ്കിൽ നമ്മളൊരു ബോട്ടിൽ കയറി ആ ബോട്ട് നമ്മളെ അവിടെ കൊണ്ടുപോയി ആക്കിത്തരും. അതായത് മറ്റൊരു ബോട്ടിലാണല്ലോ ഈ ഫ്ലോട്ടിംഗ് ബാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ നമ്മൾ ഫ്ലോട്ടിംഗ് ബാറിലോട്ട് കയറി. അപ്പോൾ വെറുതെ ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടി പോയതാണ്. കാരണം അവിടെ ഓരോരുത്തരിങ്ങനെ പോകുന്നത് കണ്ടപ്പോഴാണ് നമ്മളത് ശ്രദ്ധിക്കുന്നത്. അങ്ങനെ ഞങ്ങളും പോയി. അങ്ങനെ ഇതിൻ്റെ പുറത്ത്, ഈ ബോട്ടിൻ്റെ പുറത്തായിട്ട് തന്നെ അവരിങ്ങനെ ചെയറും ലൈറ്റ്സും സോങ്ങൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് നമുക്ക് ഒന്ന് വൈബാക്കാനായിട്ട്. അങ്ങനെ നമ്മൾ കുറച്ച് നേരമൊക്കെ അവിടെ സ്പെൻഡ് ചെയ്തു. അങ്ങനെ നമ്മൾ തിരിച്ച് നമ്മുടെ ബോട്ട് നമ്മൾ എടുക്കാനായിട്ട് വന്നു. അങ്ങനെ നമ്മൾ കയറി നമ്മൾ റൂമിലോട്ട് വന്നു. പിന്നെ ഫുഡ് കഴിക്കുകയാണ്. അപ്പോൾ നമുക്ക് ബുഫേ ആയിരുന്നു. അപ്പോൾ നമുക്കിഷ്ടമുള്ള ഫുഡ് നമുക്ക് കഴിക്കാം. രാത്രി സമയത്താണ് ഇവിടെ ബുഫേ. ഉച്ച സമയങ്ങളിൽ നമുക്ക് വേണ്ട ഫുഡ് പറഞ്ഞു കഴിഞ്ഞാൽ അവർ നമുക്ക് അറേഞ്ച് ചെയ്ത് തരും. പിറ്റേന്ന് മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞിട്ട് ഞങ്ങൾ റൂമിലേക്ക് വരികയാണ്. അപ്പോൾ ഈ മാൽദീവ്സിൽ അധികവും പേർഷ്യൻ ക്യാറ്റാന്ന് തോന്നുന്നു. കാരണം ഞങ്ങളുടെ ഹോട്ടലിൻ്റെ ഫ്രണ്ടിൽ തന്നെ കാണാറുണ്ട് അധികം പേർഷ്യൻ ക്യാറ്റിനെ. അങ്ങനെ ഞങ്ങളുടെ ഹോട്ടലുകാർ തന്നെ ഞങ്ങളെ സ്നോർക്ലിംഗ് ഉണ്ട് ഞങ്ങൾക്ക് അന്ന് രാവിലെ. അപ്പോൾ അവർ നമ്മൾ അവിടെ കൊണ്ടുപോയി ആക്കി തന്നു. അപ്പോൾ നമ്മൾ സേഫ് ജാക്കറ്റും കാര്യങ്ങളൊക്കെ വെച്ച് സെറ്റായി പോവുകയാണ്. അങ്ങനെ നമ്മളെ ബോട്ടിൽ കയറി ഒരുപാട് ആളുകൾ ഉണ്ടായിരുന്നു. മലയാളീസ് ഒന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. കാരണം എനിക്ക് നീന്താൻ അറിയില്ല. അപ്പോൾ അതുകൊണ്ട് ആ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു ഇറങ്ങുമ്പോൾ. പക്ഷേ ലൈഫ് ജാക്കറ്റും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ ആ ഒരു ധൈര്യത്തിലാണ് ഇറങ്ങിയത്. എന്തായാലും നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. നമ്മൾ ഇറങ്ങി. ആദ്യം പവിഴപ്പുറ്റ് കാണാൻ അവരവിടെ ബോട്ട് നിർത്തി നമ്മളവിടെ ഇറക്കി.
അതിനുശേഷം പിന്നെ അവിടുന്ന് ബോട്ട് പിന്നെ എടുത്തു. പിന്നെ കുറച്ച് മീനുകളുള്ള ഒരു ഏരിയയിലേക്ക് കൊണ്ടുപോയിട്ട് അവിടെയും നമ്മൾ സ്നോർക്കലിംഗ് നടത്തി. അപ്പോൾ എന്തായാലും നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. പിന്നെ ഫോട്ടോഗ്രാഫി ആൻഡ് വീഡിയോഗ്രാഫി ഒക്കെ നമ്മുടെ ഇതിൽ ഇൻക്ലൂഡഡ് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ കിട്ടി. അപ്പോൾ ഈ കടൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്ര പേടിക്കാനൊന്നുമില്ല, കാരണം അത്ര ആഴം ഇല്ലാത്തൊരു ഏരിയയിലാണ് നമ്മൾ ഇറക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് വലിയ ടെൻഷനൊന്നും ആവശ്യമില്ല. പക്ഷേ എന്നാലും ലൈഫ് ജാക്കറ്റൊക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് പ്രശ്നമൊന്നുമില്ല. അങ്ങനെ ഞങ്ങൾ മേലെ കയറിയിട്ട്, ബോട്ടിൻ്റെ മേലെ കയറിയിട്ട് എടുത്ത വ്യൂ ആണ് കേട്ടോ അത്. കണ്ടോ, ഒരുപാട് പേര് സ്നോർക്കലിംഗ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, നമ്മുടെ കൂടെ ഉള്ളവർ തന്നെ. അതിനുശേഷം നമ്മൾ ഡോൾഫിൻ്റെ സീൻ കാണാനായിട്ട് നിന്നു. അപ്പോൾ അത് അവർ മുൻകൂട്ടി നമ്മളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, എപ്പോഴും ഡോൾഫിൻ ഇങ്ങനെ ഉണ്ടാവണമെന്നില്ല, ചില സമയങ്ങളിൽ ചിലപ്പോൾ കാണാം ചിലപ്പോൾ കാണാതിരിക്കാം. പക്ഷെ നമുക്കത് കാണാനായിട്ട് പറ്റി കേട്ടോ. അങ്ങനെ അതിനുശേഷം മറ്റൊരു ഐലൻഡ് പോലത്തെ സ്ഥലത്ത് ബോട്ട് നിർത്തി. അവിടെ നിന്ന് നമ്മൾ ഫുഡ് കഴിച്ചു. ഫുഡും കാര്യങ്ങളൊക്കെ അവർ തന്നെ നമുക്ക് തന്നത്. അങ്ങനെ കുറച്ച് സമയം അവിടെ സ്പെൻഡ് ചെയ്തു, കുറച്ച് വീഡിയോസ് എടുത്തു, ഫോട്ടോസ് എടുത്തു. അങ്ങനെ കുറച്ച് നേരം അവിടെ സ്പെൻഡ് ചെയ്തു. അങ്ങനെ മഴ പെയ്യാൻ സാധ്യത ഉള്ളതുകൊണ്ട് കുറച്ച് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് തിരിച്ചു പോന്നു. അങ്ങനെ നമ്മുടെ ഹോട്ടലിൽ സ്കൂളിൽ മഴ പെയ്യുന്ന, വെള്ളം വീഴുന്ന വീഡിയോ ഞാൻ എടുത്തതാട്ടോ അത്. ഞങ്ങളൊരു ഈവനിങ് എത്തി, മഴ പെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് റെസ്റ്റ് ചെയ്തു. പിറ്റേന്ന് രാവിലെ നമുക്ക് ഫിഷിംഗ് ഉണ്ടായിരുന്നു. പക്ഷേ ഫിഷിങ്ങിൻ്റെ വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അതിനുശേഷം ഞങ്ങൾ പുറത്തൊക്കെ പോകാമല്ലോ എന്ന് വിചാരിച്ചു ഇങ്ങനെ വന്നപ്പോഴാണ് മഴ പെയ്തത്. പെട്ടെന്നായിരുന്നു മഴ കേട്ടോ, അത്രയും നേരം വെയിലായിരുന്നു, പെട്ടെന്ന് മഴ വന്നത്. അങ്ങനെ നമ്മൾ മഴയിൽ കുറച്ച് നേരം പെട്ടു. ഇത് നമ്മുടെ ഹോട്ടലിൻ്റെ സൈഡിലുള്ള ബൊഗൈൻ വില്ലാസാണ് കേട്ടോ, നല്ല രസമായിരുന്നു. ഞങ്ങൾ അവിടെ നിന്ന് കുറേ വീഡിയോസും ഫോട്ടോസൊക്കെ എടുത്തു. അപ്പോൾ അത്യാവശ്യം നനയാനുള്ള മഴ പെയ്തു. അങ്ങനെ ഞങ്ങൾ റൂമിലൊക്കെ വന്ന് ഒന്ന് സെറ്റായിട്ട് പിന്നെയും പുറത്തേക്ക് പോയി. അങ്ങനെ ബീച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് വൈഡായിട്ടുള്ള ഏരിയ ആയതുകൊണ്ട് നമ്മൾ ഫുൾ കവർ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എളുപ്പമല്ല. അപ്പോൾ ഞങ്ങൾക്ക് പറ്റാവുന്നിടത്തോളം മാക്സിമം ഞങ്ങൾ പല സ്ഥലങ്ങളിലും പോയി കുറേ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തു. പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലെ പോലെയല്ല, അവിടെ വെയിൽ നമുക്ക് അത്ര പ്രശ്നമായിട്ട് തോന്നില്ല. ചൂട് കുറവായതുകൊണ്ട് വെയിലത്ത് നടന്നാലും വലിയൊരു ചൂടൊന്നും അനുഭവപ്പെടുന്നില്ല. അതുകൊണ്ട് വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ കാണാൻ നല്ല അടിപൊളി സ്ഥലം തന്നെയാണ്. പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വെള്ളത്തിലുള്ള ആക്ടിവിറ്റീസാണ് കൂടുതലുള്ളത്. എന്നാലും നമുക്ക് നല്ല ഇഷ്ടപ്പെടുന്ന ഒരു സ്ഥലം തന്നെയാണിത്. ഞങ്ങൾ ആദ്യമേ പ്ലാൻ ചെയ്ത് വെച്ചിരുന്ന സ്ഥലമായിരുന്നു മാൽദീവ്സ്, കല്യാണം കഴിഞ്ഞിട്ട് പോകാൻ. പക്ഷെ അന്നത്തെ സാഹചര്യത്തിന് ലീവൊക്കെ കുറവായിരുന്നു ഭരത്തിന്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് പോകാൻ പറ്റിയില്ല. അപ്പോൾ അത് നമ്മൾ ഇപ്രാവശ്യം വന്നപ്പോൾ പോയി. എല്ലാം ചേർത്ത് ഒരുപാട് വീഡിയോ എടുക്കാമെന്നൊക്കെ വിചാരിച്ചതായിരുന്നു, പക്ഷെ പറ്റിയില്ല. കാരണം നമ്മൾ എന്തെങ്കിലും ഒരു ആക്ടിവിറ്റിയിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ വീഡിയോ എടുക്കുക എന്നുള്ളത് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അതുകൊണ്ട് കുറേ വീഡിയോസൊന്നും അങ്ങനെ എടുക്കാനൊന്നും പറ്റിയിട്ടില്ല. പക്ഷെ എന്നാലും ഓരോ ദിവസത്തെ കുറച്ച് ഭാഗങ്ങൾ നമ്മൾ വീഡിയോ ആക്കിയിട്ടുണ്ട്. എന്തായാലും നല്ലൊരു അനുഭവമായിരുന്നു ഞങ്ങളുടെ മാൽദീവ്സ് യാത്ര. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് 4 ദിവസം നിന്നു. 5ാമത്തെ ദിവസം നമ്മൾ തിരിച്ചു പോന്നു. അങ്ങനെ ഞാൻ ഞങ്ങളുടെ കുറച്ച് ഫോട്ടോസൊക്കെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് നമ്മുടെ ഈ വീഡിയോയിൽ. അപ്പോൾ എന്തായാലും ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾ അടിച്ചു പൊളിച്ചൊരു യാത്രയായിരുന്നു മാൽദീവ്സ് യാത്ര. അപ്പോൾ എന്തായാലും ഞങ്ങളുടെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഒരു ചെറിയ വീഡിയോ ആണ്. അപ്പോൾ എല്ലാവരും ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.